നമ്മുടെ സീനിയർ സൂപ്പർ താരങ്ങൾ ഗംഭീര സിനിമകളാണ് ഇപ്പോൾ മലയാളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടിയും മോഹൻലാലിന്റെയും കാര്യങ്ങൾ തന്നെയാണ് പറയുന്നതെങ്കിലും എല്ലാവരും ഒരുപടി മുന്നിലേക്ക് ചിന്തിച്ചുകൊണ്ട് ഗംഭീര കഥാപാത്രങ്ങൾ ഏറ്റെടുക്കുന്ന അവസരത്തിലേക്ക് വന്നു കഴിഞ്ഞു. മമ്മൂട്ടി മുമ്പേ തന്നെ സെലക്റ്റീവ് ആയിട്ടുണ്ട്. ഇപ്പോൾ മോഹൻലാലും ആ സെലക്ഷൻ പ്രോസസ് നടത്തുകയാണ്. അദ്ദേഹത്തിലേക്ക് എത്തുന്നത് വ്യത്യസ്തമായ സിനിമകളും അതേപോലെ തന്നെ പ്രേക്ഷക പ്രീതിയും നേടുന്നുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾക്ക്. സീനിയർ താരങ്ങൾ ഇങ്ങനൊരു സെലക്ഷൻ നടത്തുമ്പോൾ ജൂനിയർ താരങ്ങളും ഒട്ടും കുറയ്ക്കുന്നില്ല എന്നാണ് കാണാൻ കഴിയുന്നത്. ദുൽഖറും പ്രണവും ഒക്കെ അടുത്ത തലമുറയിലെ സൂപ്പർ താരങ്ങൾ അവരുടെ സെലക്ഷൻ രീതികളൊക്കെ മാറ്റി നമ്മളെ ഞെട്ടിപ്പിക്കാൻ പോവുകയാണ്. അതിൽ തന്നെ പ്രണവിന്റേതായി ഏറ്റവും പുതിയതായി വരാൻ പോകുന്ന സിനിമ തന്റെ കരിയറിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായ ഒരു സിനിമയാക്കാൻ പോവുകയാണ്. 5-6 ചിത്രങ്ങൾ മാത്രം ചെയ്ത പ്രണവ് ഇപ്പോഴേ തന്റെ ജോണറുകളെ മാറ്റി പരീക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഹൊറർ സിനിമയുമായാണ് അദ്ദേഹം എത്താൻ പോകുന്നത്. വ്യത്യസ്തമായ പേരും ശൈലിയും നമ്മളെ ശരിക്കും ഞെട്ടിപ്പിക്കാൻ പോകുന്നു എന്ന മുന്നറിയിപ്പുമൊക്കെയാണ് അവർ എത്തുന്നതും. പ്രണവ് മോഹൻലാലിനെ നായകനാക്കി രാഹുൽ സദാശിവൻ രചനയും സംവിധാനവും ചെയ്ത ഡിയസ് ഇറേ എന്ന ഹൊറർ ത്രില്ലർ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നേരത്തെ ടൈറ്റിൽ റിവീൽ ചെയ്ത പോസ്റ്ററായിരുന്നു എത്തിയത്. ചക്രവർത്തി രാമചന്ദ്ര, എസ് ശശികാന്ത് എന്നിവർ ചേർന്ന് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ്, വൈനോട്ട് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിലാണ് ചിത്രം നിർമ്മിക്കുന്നത്. വമ്പൻ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഭ്രമയുഗം എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം രാഹുൽ സദാശിവൻ, നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ടീം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഡിയസ് ഇറേ. എന്നാൽ ഭ്രമയുഗം എന്ന ചിത്രത്തെക്കാളും നമ്മളെ പേടിപ്പിക്കാൻ ഒരുങ്ങിയാണ് ഈ സിനിമ എന്നാണ് ഇതുവരെയുള്ള അപ്ഡേറ്റുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ക്രോധത്തിന്റെ ദിനങ്ങൾ എന്ന അർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത്ത് എന്നതാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ടാഗ് ലൈൻ. അപ്പോൾ തന്നെ പറയാമല്ലോ എന്താണ് ചിത്രം നമുക്ക് സമ്മാനിക്കാൻ പോകുന്നതെന്ന്. ഇപ്പോഴത്തെ നമ്മുടെ മുന്നിലേക്ക് പങ്കുവച്ച ആ പോസ്റ്ററിലുമുണ്ട് പല ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ. ഒരു സ്ത്രീ കഥാപാത്രത്തെ ചിത്രത്തിൽ കാണിക്കുകയും അതിനൊപ്പം തന്നെ സൈഡിലുള്ള ഓരോ കഥാപാത്രങ്ങളിലും വ്യത്യസ്തമായ മുഖങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ കാണും. അതിലൊന്ന് പ്രണവ് മോഹൻലാൽ ആണെന്നും വ്യക്തവുമാണ്. ചിത്രത്തിന്റെ പേര് പോലെ തന്നെ തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് ഈ പോസ്റ്ററും അണിയറ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. ഈ പോസ്റ്റർ 3 മാസത്തെ സമയമെടുത്ത് ക്യാൻവാസിൽ ഓയിൽ പെയിന്റിങ്ങിലൂടെയാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രമുഖ ഡിസൈനറായ എസ്തെറ്റിക് കുഞ്ഞമ്മയാണ് പോസ്റ്റർ ഒരുക്കിയിരിക്കുന്നത്. പ്രമേയുഗത്തിന്റെ പോസ്റ്ററും ഇവർ തന്നെയാണ് ഒരുക്കിയത്. എന്തായാലും സിനിമ ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിൽ ഒരുക്കിയ ഹൊറർ ത്രില്ലർ പ്രമേയുഗത്തിന് ശേഷം ഹൊറർ ത്രില്ലർ എന്ന സിനിമാ വിഭാഗത്തിൽ സാധ്യതകൾ ഇനിയും കൂടുതലായി ഉപയോഗിക്കുന്ന ചിത്രമാണ് ഡിയസ് ഇറേ ഒരുക്കുന്നത്. എന്തായാലും ചിത്രത്തിന്റെ കഥാപശ്ചാത്തലം സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. തിയേറ്ററിൽ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു സർപ്രൈസ് ഹൊറർ ഫീൽ സമ്മാനിക്കാൻ ഈ ചിത്രത്തിന് കഴിയും. ഇതുവരെ മലയാളത്തിൽ വന്ന ഹൊറർ ത്രില്ലറുകളിൽ നിന്നും ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒന്നാകും ഇതെന്നാണ് പറയപ്പെടുന്നതും. കൂടാതെ പ്രണവ് മോഹൻലാലിനെ വ്യത്യസ്തമായ ഒരു ഹൊറർ ചിത്രത്തിലൂടെ കാണാൻ കഴിയുന്നത് തന്നെ പ്രേക്ഷകർ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന് വലിയ പ്രതീക്ഷയുമുണ്ട്. പോസ്റ്റർ ഇറക്കിയതിനൊപ്പം തന്നെ ചിത്രം എന്ന് നമ്മുടെ മുന്നിലേക്ക് എത്തും എന്ന കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ പുറത്തുവന്നപ്പോൾ ചിത്രം ഹാലോവിൻ റിലീസായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തും എന്നതാണ് പറയുന്നത്. ഹാലോവിൻ എന്ന് പറയുമ്പോൾ ഒക്ടോബർ 31 ആകും എന്നതാണ്. എന്നാൽ പ്രണവ് മോഹൻലാൽ മാത്രമല്ല, മറ്റൊരു താരപുത്രൻ നമ്മളെ ഞെട്ടിപ്പിക്കാൻ ഒരുങ്ങിയാണ്. ഒരു അടിയൊക്കെ മോളിവുഡിൽ നിന്ന് ലഭിച്ചപ്പോൾ വമ്പൻ തിരിച്ചുവരവൻ ഒരുങ്ങുന്നത് ദുൽഖർ സൽമാനാണ്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ നായകനാകുന്ന മലയാള ചിത്രം എന്നതിനാൽ തന്നെ ഐ ആം ഗെയിമിന് വലിയ ഹൈപ്പാണുള്ളത്. RDX എന്ന സിനിമയിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന നവാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന സിനിമ വലിയ ബഡ്ജറ്റിൽ ആണ് ഒരുങ്ങുന്നത്. RDX പോലെ ഒരു പക്ക ആക്ഷൻ പാക്ഡ് സിനിമയാണ് ഐ ആം ഗെയിം എന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോഴത്തെ സിനിമയെക്കുറിച്ചുള്ള ഒരു വമ്പൻ അപ്ഡേറ്റ് കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ക്രിക്കറ്റ് വളരെ പ്രാധാന്യമുള്ള സിനിമയാണ് ഐ ആം ഗെയിം എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോഴത്തെ ക്രിക്കറ്റ് രംഗങ്ങൾ കൊറിയോഗ്രാഫ് ചെയ്യുന്നതിനായി സ്പോർട്സ് പെർഫോമൻസ് കോച്ചായ റോബർട്ട് മില്ലർ ചിത്രത്തിൽ ജോയിൻ ചെയ്തു എന്ന അപ്ഡേറ്റ് ആണ് പുറത്തു വരുന്നത്. ചക് ദേ ഇന്ത്യ, ഭാഗ് മിൽഖാ ഭാഗ്, 83, മൈദാൻ, ജേഴ്സി തുടങ്ങിയ നിരവധി 8 സിനിമകളിൽ സ്പോർട്സ് പെർഫോമൻസ് കോച്ചായി വർക്ക് ചെയ്ത ആളാണ് റോബർട്ട് മില്ലർ. ഒരു ആക്ടർ എന്ന നിലയിലും ഒരു മാസ് ഹീറോ എന്ന തരത്തിലും ദുൽഖറിന് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസ് ഐ ആം ഗെയിമിലുണ്ട്. അതിൽ ഗാംബ്ലിംഗ് മൊമെന്റ്സ് ഉണ്ട്, ക്രിക്കറ്റ് മൊമെന്റ്സ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി ചേർന്നൊരു ബിഗ് ക്യാൻവാസ് എന്റർടൈൻമെന്റ് മൂവിയാകും ഐ ആം ഗെയിം എന്നാണ് സിനിമയെക്കുറിച്ച് സംഗീത സംവിധായകൻ ജേക്സ് ബിജോയ് പറഞ്ഞിരിക്കുന്നത്. നഹാസ് ഹിദായത്തിന്റെ കഥയിൽ സജീർ ബാബ, ബിലാൽ മൊയ്തു, ഇസ്മയിൽ അബൂബക്കർ എന്നിവർ ചേർന്നാണ് സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കുന്നത്. ജിംഷി ഖാലിദ് ചാരണം നിർവഹിക്കുന്ന സിനിമയുടെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്നത് ചമൻ ചാക്കോയാണ്. ജേക്സ് ബിജോയ് ആണ് സിനിമയ്ക്ക് സംഗീതം നൽകുന്നത്. 2021 പുറത്തിറങ്ങിയ കിങ് ഓഫ് കൊത്തയാണ് ദുൽഖറിന്റേതായി പുറത്തിറങ്ങിയ അവസാന മലയാള ചിത്രം. വലിയ ബജറ്റിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ചിത്രത്തിന് എന്നാൽ ബോക്സ് ഓഫീസിൽ പരാജയം നേരിട്ടു. അതിനുശേഷമാണ് ഒരു തിരിച്ചുവരവ് ദുൽഖർ നടത്താൻ പോകുന്നത്. അത് ഒന്നൊന്നര വരവായിരിക്കും എന്ന് ഉറപ്പിക്കുകയാണ് ഈ റിപ്പോർട്ടുകൾ. അങ്ങനെ 2 താരപുത്രന്മാരും മോളിവുഡിനെ തന്നെ പിടിച്ചുകുലുക്കാൻ ഒരുങ്ങുന്നു.